കൊച്ചി നഗരസഭയുടെ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് വലിയൊരു പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ കൊച്ചി നഗരത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പോകുന്നത്. അതിൽ എടുത്ത് പറയേണ്ടത് കലൂരുള്ള പേരണ്ടൂർ കനാലിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയാണ്. അത് പണ്ട് ജലസ്രോതസ്സായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കനാലിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ഇന്ന് വളരെ മോശം അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നഗരസഭയിലെ അധികാരികളൊക്കെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദേശ യാത്രകൾ വരെ നടത്തിയ സാഹചര്യത്തിൽ അതിൻ്റെയൊക്കെ ഒരു നല്ല വശം അവിടെ കാണാനില്ല ശരിക്കും കൊച്ചി നഗരസഭയെ സംബന്ധിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സാറിൻ്റെ അഭിപ്രായം? താങ്കൾ ആദ്യം സൂചിപ്പിച്ചത് പേരണ്ടൂർ കനാലുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പേരണ്ടൂർ കനാല് ഒരു കാലഘട്ടത്തിൽ കണ്ണീര് പോലെ ഒഴുകിയിരുന്ന ഒരു കനാലാണ്. ആ കനാലിന്ന് മലീമസമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഈ കനാലിൻ്റെ ക്ലീനിങ് നഗരസഭയാണ് ചെയ്തിരുന്നത് എങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം ബ്രേക്ക് ത്രൂ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് നടത്തിയത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിൽ അതിൽ നിന്ന് ചേറുകൾ കോരി മാറ്റി നല്ല നീരൊഴുക്കിന് വഴിയൊരുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് നഗരസഭയുടെ ഒരു വലിയ അനാസ്ഥയാണ്. അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് നമ്മളുടെ കലൂര് സ്ഥിതി ചെയ്യുന്ന അറവുശാല. ഈ അറവുശാലയുടെ കരാറുകാരനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ടെൻഡറുണ്ട്. അവിടുത്തെ മാലിന്യങ്ങൾ എടുത്ത് കൊണ്ടുപോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കരാറുകളുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ക്ലീനിങ് സംവിധാനങ്ങളുണ്ട്. പക്ഷേ അവിടെ കാണാൻ കഴിയുന്നത് ഈ അറവുശാലയിലെ രക്തം കഴുകി ഈ പേരണ്ടൂർ കനാലിൽ ഒഴുക്കുന്ന സാഹചര്യമുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കോടതിയുടെ സൈഡിലുള്ള ഒരു കെട്ടിടത്തിൽ നിന്ന് പരസ്യമായിട്ട് റോട്ടിലേക്ക് ഈ പേരണ്ടൂർ കനാലിലേക്ക് വേസ്റ്റ് മാലിന്യം നിറഞ്ഞ വെള്ളം വെച്ചിട്ടുള്ളത്. ഇവരൊക്കെ ഒരു ഉപാധി കണ്ടെത്തിയിട്ടുള്ളത് സാധാരണ ഉള്ള സമയങ്ങളിലല്ല ഇവരിത് കൂടുതലും ചെയ്യുന്നു. നല്ല രീതിയിൽ മഴ കുത്തി പെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഇതങ്ങ് തുറന്നങ്ങ് വിടും. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നമ്മളുടെ ജഡ്ജസ് അവന്യൂവിൽ RBI ക്വാർട്ടേഴ്സിനോട് ചേർന്ന് സെബാസ്റ്റ്യൻ റോഡിൻ്റെ പുറകുവശത്ത് കക്കൂസ് മാലിന്യം പരസ്യമായിട്ട് തുറന്നുവിടുന്ന വീഡിയോ അതിൻ്റെ തൊട്ടടുത്തുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇട്ടതാണ്. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല തരത്തിലും ഇങ്ങനെ ഉണ്ടാവാതിരിക്കാനും ഇങ്ങനെ ഉണ്ടാവുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയും ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ അറിയിച്ചു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പേരണ്ടൂർ പോലുള്ള കനാല്, ആ കനാലിലേക്ക് ഇത്തരത്തിലുള്ള വലിയ വലിയ ഹോട്ടലുകളുടെ വലിയ വലിയ ഫ്ലാറ്റുകളുടെ തുടങ്ങിയിട്ടുള്ള വേസ്റ്റ് പരസ്യമായിട്ട് ഇതിനകത്തേക്ക് വച്ചിട്ട് പോലും അതിനെ നിയന്ത്രിക്കാൻ നഗരസഭ തയ്യാറാവാത്തതിൻ്റെ കാരണം എന്താണ് എന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം അത് സത്യത്തിൽ ജനങ്ങളോടുള്ളൊരു വലിയ വെല്ലുവിളിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പേരണ്ടൂർ കനാലിൻ്റെ ഉത്ഭവസ്ഥാനം മുതൽ പേരണ്ടൂർ കനാൽ അവസാനിക്കുന്നത് വരെയുള്ള ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള മലിനജലം ഈ കനാലിലേക്ക് ഒഴുക്കുന്നത് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ശക്തമായിട്ടുള്ള തടയിടൽ, അത് അതിൻ്റെ ഉടമസ്ഥരെ, അതായത് കനാലിൻ്റെ ഉടമസ്ഥാവകാശം നിലനിൽക്കുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും നമ്മൾ ഇത്തരത്തിൽ ഇങ്ങനെ മലീമസമായിട്ട് ഒഴുക്കുന്നതിന് വഴിയൊരുക്കുന്ന സാഹചര്യങ്ങൾ കാണിച്ച് പരാതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ഈ തോടുകൾ ഇത്തവണത്തെ മഴയിൽ, അത് ആ പേരണ്ടൂർ കനാലിൻ്റെ ശുചീകരണവുമായി ബന്ധപ്പെട്ട് വന്ന നല്ല രീതിയിലുള്ള ക്ലീനിങ് സംവിധാനം, അതുകൊണ്ട് മാത്രമാണ് കരകവിഞ്ഞ് പേരണ്ടൂർ കനാൽ പല ഭാഗങ്ങളിലും ഒഴുകാതെ. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ മഴയിലൊക്കെ നമ്മളുടെ ജഡ്ജസ് അവന്യൂ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ സെബാസ്റ്റ്യൻ റോഡിന്റെ ഭാഗം, ജഡ്ജസ് അവന്യൂ ഭാഗം, അവിടെയൊക്കെ ഈ റോഡിലേക്ക്
വെള്ളം അല്ലെങ്കിൽ കോളനി മാതിരിയുള്ള ആൾക്കാർ തിങ്ങി പാർക്കുന്ന ഇടങ്ങളിലേക്ക് ഈ കനാലിലെ വെള്ളം ഒലിച്ച് കയറുന്ന സാഹചര്യമുണ്ട്, ഒരു വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അതിനൊക്കെ ഒരു പരിധിവരെ ശമനമായെങ്കിലും ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ നഗരത്തിലെ പ്രധാനപ്പെട്ട കനാലുകൾ, തോടുകൾ, എന്തിനേറെ പറയണു നമ്മളുടെ ചെറിയ ചെറിയ കാനകളുണ്ടല്ലോ, അതുവരെ മലീമസമായിട്ടാണ് നിറഞ്ഞുകൊടുക്കുന്നത്. ഹോട്ടൽ മാലിന്യങ്ങൾ പലതും STP വേണം എന്ന് പറയുമ്പോൾ അത് വച്ചിട്ടുള്ളത് ഉപയോഗിക്കാതെ കണ്ടും പേരിന് ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ പൊതു കാനകളിലേക്ക് വെക്കുന്ന സംവിധാനം ഇവിടെ നടക്കുന്നുണ്ട്. ഇതിന് ഒരു പരിഹാരം കാണാൻ എന്തുകൊണ്ടാണ് നഗരസഭ തയ്യാറാവാത്തത് എന്ന് ഉള്ള ചോദ്യത്തിനാണ് ആദ്യം ചോദിച്ചത് വിദേശയാത്രകൾ. ഞാൻ മനസ്സിലാക്കിയത് കൊച്ചി നഗരസഭ കഴിഞ്ഞ കൗൺസിൽ കാലഘട്ടത്തിൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, കൗൺസിലർമാരടക്കം പല ആൾക്കാരുകളും പല സെമിനാറുകളിലും വർക്ക്ഷോപ്പുകളിലും പങ്കെടുത്തിട്ടുണ്ട്. അതും വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്. തീർച്ചയായിട്ടും ഇവരവിടെ പോയി നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ അവരവിടെ പോയി ആ സെമിനാറിൽ പങ്കെടുത്തിട്ടുള്ള, അവരവിടെ പോയി ആ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തിട്ടുള്ള, അതിൽ നിന്ന് പഠിച്ചു വന്നിട്ടുള്ള എന്ത് കാര്യമാണ് നമ്മുടെ നഗരസഭ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാൻ നഗരസഭ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഒരു സംശയം എന്ന് പറയുന്നത്, ഇപ്പം പറഞ്ഞു പേരണ്ടൂർ കനാലിന്റെ ഉടമസ്ഥത എന്ന് പറയുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇതിൽ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? അതായത് വേസ്റ്റ് ഇതിലേക്ക് ഒഴുക്കുന്നതിനോ അങ്ങനെ എന്തെങ്കിലും? ഇതുമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സത്യത്തിൽ നഗരസഭയുടെ അടുത്ത് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നഗരസഭയാണ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തടയിടേണ്ടവർ. അത് നമ്മൾ പല ആവർത്തി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ നടപടി ആവാത്തത് കൊണ്ട് ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാനൊരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും മറ്റുവർക്കൊക്കെ പേപ്പർ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് മറുപടി ഒന്നും വന്നിട്ടില്ല നിലവിൽ. മനസ്സിലാക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊച്ചി നഗരത്തിൽ ആദ്യം സൂചിപ്പിച്ച പോലെ വേസ്റ്റ് മാലിന്യ നിർമ്മാർജ്ജന സംവിധാന പ്രക്രിയ പാടെ പരാജയപ്പെട്ടിരിക്കുകയാണ് അമ്പെ. കാരണം നമ്മളുടെ കേന്ദ്രവും സംസ്ഥാനവും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് തന്നെ CSML പദ്ധതി, ആ പദ്ധതിയിലൂടെ ഏതാണ്ട് ഒരു 25 കോടി രൂപ ഇവിടെ നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. നഗരസഭയ്ക്ക് അനുവദിച്ചു കിട്ടി. അതിന്റെ ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല എന്ന് ഉറപ്പാണോ, അല്ലെങ്കിൽ നടക്കുന്നുണ്ട് എന്നാണോ സാറിന് തോന്നുന്നത്? നടക്കുന്നില്ല. കാരണം CSML-ന്റെ ഞാൻ കൊടുത്തിട്ടുള്ള അതിൽ കിട്ടിയ മറുപടിയിൽ പറയുന്നത് ഏതാണ്ട് 120ഓളം ഇലക്ട്രിക്കൽ ഓട്ടോ വാഹനങ്ങൾ, ആ വാഹനങ്ങൾ നഗരസഭയ്ക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് CSML-ന്റെ മറുപടിയിൽ പറയുന്നുണ്ട്, ഇതിൻ്റെ മെയിൻ്റെനൻസ് നോക്കുന്നതിന് നഗരസഭ തന്നെ ഒരു ആനുവൽ മെയിൻ്റെനൻസ് ടീം, ഒരു കരാറ് വ്യവസ്ഥ മെയിൻ്റെനൻസിനും ഉണ്ടാക്കി വെച്ചു. ഈ ഇലക്ട്രിക് ഓട്ടോ അത് വേസ്റ്റ് മാനേജ്മെന്റ്, വേസ്റ്റ് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇട റോഡുകളിലൊക്കെ ചാർജ് ചെയ്ത് പോകുന്ന ചെറിയ ചെറിയ വണ്ടികൾ. അപ്പം അത് ഈ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഇവർ തന്ന മറുപടിയിൽ ആനുവൽ കോൺട്രാക്ട് പോലെ 5 വർഷത്തേക്ക് വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായാൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരു കരാർ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, എനിക്ക് തന്നിട്ടുള്ള മറുപടിയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് വീണ്ടും പറയുന്നു, അതിൽ 1/3 പണിമുടക്കി ഷെഡുകളിൽ കയറി കിടക്കുകയാണ്. അതായത് 25 കോടിയോളം ഷെഡിലാണ്. അല്ല, അതിൽ വലിയ വലിയ പ്ലാന്റുകളുടെ ഉണ്ട്. നമ്മളുടെ റോഡ് ക്ലീനിങ് തുടങ്ങിയിട്ടുള്ള വലിയ വലിയ മിഷനറി സംവിധാനങ്ങളുണ്ട്, റോറോ, അതൊക്കെ പ്രാവർത്തികമാണ്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയ്ക്കുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് കിട്ടുന്ന വാഹനങ്ങളോട് നഗരസഭയ്ക്ക് വലിയ സന്തോഷമില്ല. കരാർ വ്യവസ്ഥയിൽ കിട്ടുന്ന വാഹനങ്ങൾ, അത് ഓടിക്കുന്നതിലൂടെ കിട്ടുന്ന സുഖം സ്വന്തം വാഹനം ഓടിച്ചാൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അതുകൊണ്ട് തന്നെ ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആയാലും ഫണ്ട് ഉപയോഗിച്ച് കിട്ടുന്ന വാഹനങ്ങൾ എത്രയും പെട്ടെന്ന് അത് കേടാക്കുക, അത് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൂട്ടിയിടുക. നമ്മളുടെ ഇവിടുത്തെ എറണാകുളം കൊച്ചി നഗരസഭാ പരിധിയിൽ തന്നെ പല മേഖലകളിൽ ചെന്നാലും നഗരസഭ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ, ലോറികൾ
ഈ വാഹനങ്ങളൊക്കെ പല കോമ്പൗണ്ടുകളിലും ദ്രവിച്ച് കാട് പിടിച്ച് കിടക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഇതിനൊക്കെ വലിയ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടൊന്നും മാറ്റിയിട്ടതായിരിക്കില്ല. ചിലപ്പോൾ ഒരു ബ്രേക്കിൻ്റെ എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ആയിരിക്കും, ചിലപ്പോൾ ഇവരുടെ ഉപയോഗത്തിൻ്റെ ശൈലി അനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ കംപ്ലൈൻറ്റുകൾ. പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ മെയിൻ്റെനൻസിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, അവരങ്ങോട്ട് കയറ്റിയിടുകയാണ്. അപ്പോൾ ഏതാണ്ട് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അതുപോലെ തന്നെ ടൗൺ പ്ലാനിങ്, ഇങ്ങനെ തുടങ്ങിയിട്ട് 7 or 8 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ നിലവിൽ കൊച്ചി നഗരസഭയ്ക്കുള്ളതിൻ്റെ കൂട്ടത്തിൽ ഒരു നശീകരണ നിരീക്ഷണ കമ്മിറ്റിയും കൂടി രൂപീകരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇത്തരത്തിൽ നശീകരിക്കപ്പെടുന്ന സ്ഥാപനങ്ങളെ എങ്ങനെ നന്നാക്കാൻ പറ്റും, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ മറ്റു കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ച് നന്നാക്കാൻ പറ്റുന്നതാണെങ്കിൽ നന്നാക്കാനും, നന്നാക്കാൻ പറ്റാത്തതാണെങ്കിൽ തീരെ ഉപയോഗിക്കാൻ പറ്റാത്തതാണെങ്കിൽ മാത്രം ഉപേക്ഷിക്കുന്ന സംവിധാനത്തിലേക്ക് മാറേണ്ടത് ആവശ്യമാണ്. കാരണം കോടിക്കണക്കിന് രൂപയാണ് നമുക്ക് നമ്മളുടെ പൊതു ഖജനാവിൽ നിന്ന് നഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്നത്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊതുജനങ്ങളോടുള്ള വലിയൊരു ക്രൂരതയാണ്. കാരണം വേസ്റ്റ് എടുക്കേണ്ട സമയത്ത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളുള്ള സംവിധാനങ്ങളാണ് ഇതൊക്കെ. ഈ പേരണ്ടൂർ കനാലിലേക്ക് മലിനജലം അല്ലെങ്കിൽ മാലിന്യങ്ങൾ ഒഴുക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. അത് നിലനിൽക്കെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നഗരസഭ ഇടപെടുന്നില്ല, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് മൗനത്തിലാണ്, അങ്ങനെയാണോ എന്ന് തന്നെ പറയാം. നഗരസഭയ്ക്ക് ഇടപെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൊടുത്തിട്ടുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ലൈസൻസ് അവർ റദ്ദാക്കണ്ടേ? അതായത് സമ്പൂർണ്ണമായിട്ടൊരു വേസ്റ്റ് മാനേജ്മെന്റ് സൗകര്യങ്ങൾ ഇല്ലാതെയാണ് പലതിൻ്റെയും ലൈസൻസും ഇതും നൽകിയിട്ടുള്ളത് എന്ന ആരോപണം കൂടെ. ഒരു നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു ഫ്ലാറ്റിന്റെ കംപ്ലീഷൻ നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ വേണം എന്നുള്ളത് കൊണ്ട് ഒരു ഡെമോ പോലെ അവിടെ കൊണ്ടുവന്നു. പക്ഷേ അത് പ്രവർത്തിപ്പിക്കില്ല. ഇത് പ്രവർത്തിപ്പിക്കണമെങ്കിൽ വലിയ സാമ്പത്തികം വേണ്ട, അതുകൊണ്ട് ഫ്ലാറ്റുകാരത് ഉപയോഗിക്കില്ല. ഹൈക്കോടതിയുടെ തന്നെ, എൻ്റെ ഓർമ്മ ശരിയാണ് എങ്കിൽ ഹൈക്കോടതിയുടെ തന്നെ മറ്റൊരു ഓർഡർ നിലനിൽക്കുന്നുണ്ട്. നമ്മളുടെ കൊച്ചി നഗരത്തിൽ കളക്ട് ചെയ്യുന്ന വേസ്റ്റുകൾ അത് ബ്രഹ്മപുരത്തേക്ക് മാറ്റുന്ന സംവിധാനം, അത് വെളുപ്പാങ്കാലത്ത് 5 മണിക്കുള്ളിൽ മാറ്റിക്കൊള്ളണം എന്നുള്ളൊരു നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ രാവിലെ 10 മണിക്കും 11 മണിക്കും 12 മണിക്കും ഒക്കെ ഈ വേസ്റ്റ് വണ്ടി പോകുമ്പോൾ ആൾക്കാർ മൂക്ക് പൊത്തി കഷ്ടം പറഞ്ഞ് തലകുനിച്ച് നിൽക്കുന്ന സാഹചര്യം കാണാം. അപ്പൊ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഹൈക്കോടതിയുടെ പല വിധിന്യായങ്ങളും പാലിക്കപ്പെട്ടിരുന്നു എങ്കിൽ കൊച്ചി നഗരം രക്ഷപ്പെട്ടേനെ, കൊച്ചി നഗരം നന്നായേനെ. ഒരു മേയർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മറുപടി എന്താണ് ഈ ഒരു വിഷയത്തിൽ? മേയർ എന്ന് പറയുന്ന വ്യക്തിയുടെ അത് അദ്ദേഹത്തോട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ബ്രഹ്മപുരം പോലുള്ള മേഖലകളിലൊക്കെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഒരു മേയർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എടുക്കേണ്ട കാര്യങ്ങൾ പൂർണ്ണമായിട്ടും എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് എടുക്കാനായിട്ട് ശ്രമിക്കുന്നില്ലേ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തതയില്ല. പക്ഷേ ഒരു കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം എന്ന് പറയുന്നത് അമ്പെ പരാജയപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്. എത്ര കോടി രൂപ ഇത്തരത്തിൽ CSMLൻ്റെയും അല്ലെങ്കിൽ നഗര ശുചീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ കനാലുകളുടെ ശുചീകരണത്തിന് വേണ്ടി അമൃത് പദ്ധതി പോലുള്ള പദ്ധതികളൊക്കെ നിലനിൽക്കുമ്പോഴും കൊച്ചി നഗരത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ ദുഷിച്ച പ്രവണത അത് പൊതുജനങ്ങളെ ഇന്ന് വലിയ രീതിയിൽ ഉപദ്രവം അഴിച്ചു. കൊച്ചു കുട്ടികളിലൊക്കെ വലിയ രീതിയിലുള്ള സാംക്രമിക രോഗങ്ങൾ അതൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ആഫ്രിക്കൻ അട്ടകൾ ചില ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ ഈ ആഫ്രിക്കൻ അട്ടകൾ, അതുപോലെ തന്നെ നമ്മളുടെ ഇഴജന്തുക്കളൊക്കെ ചില വീടുകളുടെ അകത്ത് കൂടിയൊക്കെ യാത്ര ചെയ്യുന്നത് കാണാം. അത്ര കണ്ട് പൊതുവായിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കിടക്കുന്ന ഒരു വേസ്റ്റ് പോലും അവരുടെ സമയപരിധി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കാതെ കണ്ട് പിറ്റേ ദിവസം രാവിലെ വരെ അത് അവിടെ കിടക്കുക, വണ്ടികൾ കയറി അരഞ്ഞു പോവുക, ഇങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്.